കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെള്ളോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മലബാർ സ്പെഷ്യൽ സദ്യ പുളിയിഞ്ചിയാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു പുളിയിഞ്ചിയാണ്. കുട്ടികൾക്കൊക്കെ സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പുളിയിഞ്ചി. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചിരണ്ടി വെച്ചിരിക്കുകയാണ്. അതിൽ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും വേണം. അത് നമ്മൾ വഴറ്റുമ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തിക്ക് പാനിയാണ്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചൂളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചിയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടെ. നല്ലപോലെ കൊത്തി അരിഞ്ഞെടുക്കണം. പച്ചമുളകും കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇതും അതേപോലെ കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഉലുവാപ്പൊടിയാണ്, കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒരു നുള്ള് വെച്ച് മതി, അധികം വേണ്ട. ഇനി നമുക്കൊരു ചട്ടി വെച്ച് നമുക്കിതിനെ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ കുറഞ്ഞ അളവിലാട്ടോ അത് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് വറുത്ത് പോരാം. അപ്പോൾ ഈ ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഈ കഷ്ണം ഇങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനിട്ടാണ് ഇതിങ്ങനെ കോരുന്നത്. നിങ്ങൾ അടിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഇഞ്ചി മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളകൊക്കെ ഇതിലോട്ടാണ് ഇട്ട് വഴത്താം. ഞാനത് അടിച്ചെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊന്നും ഇതിൻ്റെ കഷ്ണം കടിക്കുന്നത് ഇഷ്ടമല്ല. പുളിയിഞ്ചി അങ്ങനെ തോണ്ടി തിന്നുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ കഷ്ണം കടിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് അടിക്കുന്നത്. ഇഞ്ചിയുടെ കഷ്ണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഫൈനായിട്ട് അങ്ങനെ അരച്ച് പേസ്റ്റൊന്നും ആക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കാം. നമ്മൾ കടുക് പൊട്ടിച്ചില്ലായിരുന്നു. ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കടുക് പൊട്ടിക്കാൻ. അപ്പം കടുക് പൊട്ടിക്കാം. നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മുളകൊക്കെ ഒന്ന് വഴറ്റാൻ പോകണം. അപ്പോൾ മുളകൊക്കെ ഒന്ന് കരിഞ്ഞ് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. ഞാൻ കുറഞ്ഞ എരിവാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും കൂടെ കഴിക്കാൻ. കുട്ടികൾക്കാണല്ലോ കാര്യമായിട്ട് പുളിയിഞ്ചി വേണ്ടത്. ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പുളിയിഞ്ചി. പിന്നെ ഇത് ഉലുവാപ്പൊടിയും കുറച്ച് ഒരു 5-6 കുരുമുളകും കായപ്പൊടി, ഇത്രയാണ് ഇട്ടത്. എല്ലാം കുറച്ച് മതി. എല്ലാം കൂടെ ഒരു 1/2 ടീസ്പൂൺ മതി. അതിട്ട് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച ഇഞ്ചി അത് ഇട്ട് കൊടുത്തു. ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മുളകിൻ്റെയൊക്കെ ഒന്ന് മാറട്ടെ. മുളകൊക്കെ ഒന്ന് വഴഞ്ഞ് നോക്കി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നമ്മൾ എടുക്കുമ്പം പഴയ പുളി കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതെടുക്കുന്ന കേട്ടോ നല്ലത്. അതിന് നല്ല നിറം ഉണ്ടാവും. എൻ്റെ കയ്യിരിക്കുന്ന പുളി പുതിയ പുളിയാണ്, അതിന് നിറം കുറവാണ്. പിന്നെ ശർക്കര എടുക്കുമ്പം നല്ല കറുത്ത ശർക്കര നോക്കി എടുക്കുക. എന്നിട്ട് ശർക്കരപ്പാനി ചേർക്കുമ്പോൾ അപ്പോഴാണ് പുളിയിഞ്ചിക്ക് നല്ല നിറം കിട്ടുക. കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ശർക്കരപ്പാനിയും പുളിവെള്ളവും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കടന്ന് കുറുകി വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടെ. ഇനി തിളച്ച് കുറുകി വന്നാൽ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. എളുപ്പമല്ലേ, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇതാ നല്ലപോലെ കുറുകി വന്ന് നല്ല തിക്കായിട്ടുണ്ട്. പുളിയിഞ്ചി നല്ലപോലെ കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ചട്ടിയിലിരുന്നിട്ട് ഒന്ന് കുറുകും. ഒരു പാത്രപാകമുണ്ട്, ആ പാകത്തിലൊന്നിരുന്ന് കുറുകും. അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഇലയിൽ വിളമ്പാൻ പരുവത്തിലായി കിട്ടും. തണുക്കുമ്പോൾ നല്ലപോലെ കുറുകും. നല്ല അടിപൊളി പുളിയിഞ്ചിയാണ്. നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ 2 അച്ച് ശർക്കരയാണ് കേട്ടോ ഉരുക്കി ഇതിനകത്തോട്ട് ചേർത്തത്, പാനിയാക്കി ചേർത്തത്. ഈ മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക്, വലിയവർക്കൊക്കെ കഴിക്കണമെങ്കിൽ മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അത് 1 അച്ച് ശർക്കരയാക്കിയാൽ മതി. പുളി ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും പാനിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പുളിയിഞ്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും പുളിയിഞ്ചി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഓണവിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അടിപൊളി ഓണവിഭവങ്ങളും പായസങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഞാൻ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.